42 ദിവസത്തെ വെടിനിർത്തൽ ആശ്വാസത്തിലായിരുന്നു പലസ്തീൻ ജനത. ഇസ്രയേലിന് സാധിക്കും വിധത്തിൽ എല്ലാ തരത്തിലും ജനങ്ങളെ അടിച്ചമർത്തുകയും അവരോട് ക്രൂരത കാട്ടുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ഗാസയിൽ വൈദ്യുതി വിതരണം നിർത്താൻ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഇസ്രയേൽ വൈദ്യുതി മന്ത്രി. വൈദ്യുതി വിതരണം എത്രയും പെട്ടെന്ന് നിർത്തിവെക്കുന്നതിനുള്ള ഉത്തരവിൽ ഒപ്പുവെച്ചതായി മന്ത്രി എലി കോഹൻ പറഞ്ഞു. യുദ്ധത്തിൽ പൂർണ്ണമായി തകർന്ന പലസ്തീനിലേക്കുള്ള എല്ലാ സഹായങ്ങളും ഒരാഴ്ച ഇസ്രയേൽ നിർത്തിവച്ചിരിക്കുകയാണ്. ആ സാഹചര്യത്തിലാണ് വൈദ്യുതി വിച്ഛേദിക്കാനുള്ള അനുമതി എലി കോഹൻ ഒപ്പുവെച്ചത്. ഗാസ മുനമ്പിൽ എത്രയും പെട്ടെന്ന് വൈദ്യുതി വിച്ഛേദിക്കുന്നതിനുള്ള ഉത്തരവ് നൽകി കഴിഞ്ഞു. ബന്ദികളാക്കപ്പെട്ട ഇസ്രയേൽ പൗരന്മാരെ തിരിച്ചെത്തിക്കാൻ സാധ്യമായതൊക്കെ ചെയ്യും. കൂടാതെ യുദ്ധം അവസാനിപ്പിക്കുമ്പോൾ ഹമാസ് പൂർണ്ണമായും ഇല്ലാതായെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യും എന്നാണ് എലി കോഹൻ പറഞ്ഞത്. 15 മാസത്തിലേറെയായി തുടരുന്ന യുദ്ധത്തിൽ നിലവിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വെടിനിർത്തൽ നീട്ടുന്നതിന് വേണ്ടി ഇസ്രയേൽ ചില മാർഗനിർദ്ദേശങ്ങൾ മുന്നോട്ട് വച്ചിട്ടുണ്ട്. പലസ്തീൻ ഇത് പൂർണ്ണമായും അംഗീകരിക്കുന്നതുവരെ എല്ലാ സഹായ വിതരണവും ഇസ്രയേൽ നിർത്തിവെച്ചു. മാർച്ച് 1 വെടിനിർത്തലിന്റെ ആദ്യഘട്ടം അവസാനിച്ചത്. ഇത് ഏപ്രിൽ പകുതിയിലേക്ക് നീട്ടണമെന്നാണ് ഇസ്രയേലിന്റെ ആവശ്യം. എന്നാൽ വെടിനിർത്തൽ യുദ്ധം പൂർണ്ണമായും അവസാനിക്കുന്ന നടപടിയിലേക്ക് എത്തിക്കുന്നതാവണം എന്നാണ് ഹമാസ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഹമാസ് തടവിലാക്കിയ ബന്ദികളെ തിങ്കളാഴ്ചയോടുകൂടി വിട്ടയച്ചില്ലെങ്കിൽ ഉണ്ടാവാൻ പോകുന്ന പ്രത്യാഘാതം വളരെ വലുതായിരിക്കുമെന്നും ബെഞ്ചമിൻ നെതന്യാഹു ഹമാസിന് മുന്നറിയിപ്പ് നൽകി. അതേസമയം സഹായങ്ങൾ നിർത്തിവച്ചുകൊണ്ട് ഇസ്രയേൽ യുദ്ധക്കുറ്റത്തിൽ ഏർപ്പെടുകയാണെന്നും ഇസ്രയേൽ ബന്ദികളെ ഈ നീക്കം ബാധിച്ചുവെന്നും ഹമാസ് ശനിയാഴ്ച പ്രതികരിച്ചിരുന്നു. അതേസമയം അറബ് രാജ്യങ്ങൾ മുന്നോട്ട് വെച്ച ഗാസ പുനർനിർമ്മാണ പദ്ധതിയെ പിന്തുണയ്ക്കുമെന്ന് പ്രമുഖ യൂറോപ്യൻ രാജ്യങ്ങൾ പ്രഖ്യാപിച്ചു. ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, UK വിദേശകാര്യ മന്ത്രിമാരാണ് $53 ബില്യൺ ചെലവ് പ്രതീക്ഷിക്കുന്ന പദ്ധതിയെ പിന്തുണയ്ക്കുമെന്ന് വ്യക്തമാക്കിയത്. ഗാസ മുനമ്പിൽ നിന്ന് പലസ്തീനികളെ പുറത്താക്കുന്നത് ഒഴിവാക്കാൻ ലക്ഷ്യമിടുന്നതാണ് പദ്ധതി. ഗാസയുടെ പുനർനിർമ്മാണത്തിലേക്ക് യാഥാർത്ഥ്യ ബോധമുള്ള ഒരു പാത ഈ പദ്ധതി കാണിക്കുന്നു. ഇത് നടപ്പാക്കിയാൽ ഗാസയിൽ താമസിക്കുന്ന പലസ്തീനികളുടെ വിനാശകരമായ ജീവിത സാഹചര്യങ്ങൾ വേഗത്തിലും സുസ്ഥിരമായി മെച്ചപ്പെടുത്താനാവും. ഹമാസ് ഗാസ ഭരിക്കുകയോ ഇസ്രയേലിന് ഇനി ഒരു ഭീഷണിയാവുകയോ ചെയ്യരുതെന്നും വിദേശകാര്യ മന്ത്രിമാർ സംയുക്ത പ്രസ്താവനയിൽ വ്യക്തമാക്കി. ഈജിപ്ത് തയ്യാറാക്കിയ പദ്ധതി ഈ മാസം ആദ്യത്തിൽ അറബ് നേതാക്കൾ അംഗീകരിച്ചിരുന്നു. എന്നാൽ ഇസ്രയേലും US ഇത് തള്ളിക്കളഞ്ഞിരുന്നു. പലസ്തീനികളെ ജോർദാനിലേക്കും ഈജിപ്തിലേക്കും മാറ്റി ഗാസയുടെ നിയന്ത്രണം പൂർണ്ണമായും US ഏറ്റെടുക്കുക എന്ന നിർദ്ദേശമാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ചത്. ഗാസയുടെ ഭരണത്തിൽ നിന്ന് ഹമാസിനെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള പദ്ധതിയാണ് ഈജിപ്ത് അവതരിപ്പിച്ചത്. സ്വതന്ത്രരായ പലസ്തീൻ ടെക്നോക്രാറ്റുകൾ നേതൃത്വം നൽകുന്ന അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയെ ഗാസയുടെ ഭരണം ഏൽപ്പിക്കണമെന്നാണ് ഈജിപ്തിന്റെ നിലപാട്. ഗാസയിലേക്ക് മാനുഷിക സഹായങ്ങൾ എത്തിക്കുന്നതിനും ഗാസ പുനർനിർമ്മാണത്തിനും പലസ്തീൻ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ ഈ കമ്മിറ്റി നേതൃത്വം നൽകണമെന്നാണ് പദ്ധതിയിൽ പറയുന്നത്. ഗാസയിൽ വെടിനിർത്തൽ കരാറിന്റെ 2ാം ഘട്ടം ആരംഭിക്കുന്നതിനുള്ള ചർച്ചകൾ ഇന്ന് ദോഹയിൽ തുടങ്ങും. ഖത്തർ തലസ്ഥാനമായ ദോഹയിലെത്തുന്ന ഇസ്രയേൽ പ്രതിനിധി സംഘവുമായി മധ്യസ്ഥ രാജ്യങ്ങൾ മുഖേന ഹമാസ് 2ാം ഘട്ട വെടിനിർത്തൽ സംബന്ധിച്ച ചർച്ചകൾക്ക് തുടക്കം കുറിക്കും. ഗാസയ്ക്ക് മേൽ ഇസ്രയേൽ ഏർപ്പെടുത്തിയ ഉപരോധം ഒരാഴ്ച പിന്നിട്ടിരിക്കെ ചർച്ചകൾ എത്ര കണ്ട് വിജയിക്കുമെന്ന ആശങ്ക നിലനിൽക്കുന്നുമുണ്ട്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ രാഷ്ട്രീയ ഉപദേശകൻ ഒഫീർ ഫാൽക്കും ഇസ്രയേൽ സംഘത്തിലുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.